അത്യുഗ്ര ദേവതകളായ മണ്ണടിക്കാവ് ഭഗവതിയുടെയും പട്ടാഴി ഭഗവതിയുടെയും ഉപാസകനും പ്രതിപുരുഷനുമായിരുന്നു കാമ്പിത്താൻ എന്നറിയപ്പെടുന്ന സ്ഥാനികൻ. ഭദ്രകാളി ഉപാസനയുടെ പ്രത്യേക ശക്തി വൈഭവം കണ്ട് അരജനിൽ നിന്നും പ്രത്യേക സ്ഥാനമാനങ്ങൾ ലഭിച്ചയാളാണ് കാമ്പിത്താൻ. പട്ടാഴി മണ്ണടി ദേശങ്ങളുടെ പരമാധികാരിയായിരുന്നു കാമ്പിത്താൻ. ആറന്മുള ക്ഷേത്രത്തിലും പല പ്രാവശ്യം കാമ്പിത്താൻ ആരാധനയ്ക്കായി എത്തിയിട്ടുണ്ട്. ഈ സമയം തന്ത്രിയും മേൽശാന്തിയും ഗർഭഗൃഹം ഒഴിച്ചു കൊടുക്കണമെന്നുള്ളതും പറഞ്ഞു കേൾക്കുന്നു. എന്നാൽ ഇന്ന് കാമ്പിത്താൻ എന്നറിയപ്പെടുന്ന വംശം തീർത്തും അറ്റുപോയിരിക്കുന്നു. വംശനാശം സംഭവിച്ചിരിക്കുന്നത് ആറന്മുള ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു സംഭവത്തിലൂടെയാണ്. എന്തുകൊണ്ടാണ് ആറന്മുളയിലെ പുത്തേഴത്തില്ലത്തിലെ എല്ലാ തലമുറകളിലും ഉണ്ടാകുന്നതായ കുടുംബത്തിലെ ഒരംഗത്തിന് അംഗവൈകല്യമുള്ളത്? ഒരു കാലഘട്ടത്തിൽ ആറന്മുള ക്ഷേത്രത്തിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതും എന്നാൽ കാമ്പിത്താന്റെ ആ വംശപരമ്പരയിലെ അവസാന കണ്ണിയുമായ കാമ്പിത്താൻ ഭദ്രകാളി ഉപാസന കണ്ട് അതിശക്തനായി തീർന്ന അദ്ദേഹം ആറന്മുള ക്ഷേത്രത്തിലും ആരാധനയ്ക്കെത്തി. വടക്കുഭാഗത്തൂടെ കുളിച്ച് ഉള്ളിൽ പ്രവേശിച്ച് മണ്ഡപത്തിൽ ഭഗവാനെ നമസ്കരിച്ചാണ് കാമ്പിത്താൻ നമസ്കാര മണ്ഡപത്തിൽ നിന്നും ഗർഭഗൃഹത്തിങ്കിലേക്ക് പ്രവേശിക്കുന്നത്. ഈ സമയം ആറന്മുള ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കൈസ്ഥാനി കുടുംബങ്ങളിലെ പുത്തേഴത്ത്, മംഗലപ്പള്ളിയിൽ, തെക്കേടത്ത് എന്നീ കുടുംബങ്ങളിലെ മൂത്തതുമാർ പൂജയ്ക്കുള്ള എല്ലാ സാധന സാമഗ്രികളും ഒരുക്കി വെക്കുമായിരുന്നു. എന്നാൽ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന കാമ്പിത്താന് തന്നിൽ കവിഞ്ഞുള്ള ഭദ്രകാളി ഉപാസകൻ വേറെ ഇല്ല എന്നുള്ളൊരു അഹന്തയും ഞാൻ എന്ന ഭാവവും ഉള്ളിൽ ജ്വലിച്ചു വന്ന ഒരു സമയമായിരുന്നു അത്. കാമ്പിത്താൻ എന്ന വംശപരമ്പരയിലെ അവസാന കണ്ണിയായ ആ കാമ്പിത്താൻ ആദ്യനാൾ ആറന്മുള ക്ഷേത്രത്തിൽ ആരാധനയ്ക്കായി എത്തുന്നു. വടക്കുഭാഗത്തൂടെ കുളിച്ച് ഉള്ളിൽ പ്രവേശിച്ച് മണ്ഡപത്തിങ്കൽ ഭഗവാനെ നമസ്കരിച്ച് കാമ്പിത്താൻ ഗർഭഗൃഹത്തിങ്കിലേക്ക് പ്രവേശിക്കുകയാണ്. എന്നാൽ മുട്ടിന്മേൽ പൊക്കമുള്ള 4 കാലുള്ള ഒരു പീഠവുമായിട്ടാണ് കാമ്പിത്താൻ ഗർഭഗൃഹത്തിലേക്ക് പ്രവേശിച്ചത്. പൂജയ്ക്കുള്ള എല്ലാ സാധന സാമഗ്രികളും അകത്ത് ഒരുക്കി വെച്ചിരിക്കുന്നു. അദ്ദേഹം ഈ പീഠത്തിൽ കയറിയിരുന്ന തിരുവാറന്മുളയപ്പനെ ആരാധിക്കാൻ തുടങ്ങി. ഇത് പുറത്തുനിന്ന് വീക്ഷിച്ചുകൊണ്ടിരുന്ന ഭക്തജനങ്ങളിലും ആറന്മുള ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കൈസ്ഥാനികരിലും വല്ലാതെ ദുഃഖവും വല്ലാതെ ആയിട്ടുള്ള ഒരു അവസ്ഥ ഉടലെടുക്കുകയാണ് ഈ പ്രവൃത്തി കണ്ട്. ഇത് പുറത്തുനിന്ന് വീക്ഷിച്ചുകൊണ്ടിരുന്ന പുത്തേഴത്തില്ലത്തെ മൂത്തതിൽ വല്ലാതെ ദുഃഖവും തിരുവാറന്മുളയപ്പന്റെ മുൻപിൽ എന്തഹന്തയാണ് ഈ കാമ്പിത്താൻ കാണിക്കുന്നത് എന്നുള്ള ചിന്തയും മൂത്തതിൽ ഉടലെടുക്കുകയാണ്. മൂത്തത് അവിടെ നിന്ന് വിചാരിച്ചു എന്നാണ് പറയുന്നത്, എന്റെ തിരുവാറന്മുളയപ്പനാണ്, ഇദ്ദേഹത്തിന്റെ അഹന്ത ഞാൻ നിർത്തിക്കൊടുക്കുകയാണ് എന്ന്. അങ്ങനെ 2-ാം ദിവസവും പതിവ് പോലെ കാമ്പിത്താൻ കുളിച്ച് ഉള്ളിൽ പ്രവേശിച്ചു. മണ്ഡപത്തിങ്കൽ ഭഗവാനെ നമസ്കരിച്ചു. ഇദ്ദേഹം പതിവ് പോലെ തന്നെ അർച്ചിക്കാനായിട്ട് ഇരിക്കുന്നതായ ആ 4 കാലുള്ള ആ പീഠത്തിന്റെ ഒരു കാൽ പുത്തേഴത്തില്ലത്തെ മൂത്തത് ഇളക്കി മാറ്റി തൽസ്ഥാനത്ത് അതേ അളവിൽ ഒരു വാഴപ്പിണ്ടിയും അടിച്ചു കയറ്റി വെച്ചു. കാമ്പിത്താൻ വന്ന് പൂജയ്ക്കായി പീഠത്തിലിരിക്കുകയും ഇദ്ദേഹത്തിന്റെ ഭാരം താങ്ങുവാനാകാതെ പീഠവും കാമ്പിത്താനും നിലം പതിക്കുകയും ചെയ്തു. എങ്കിലും പൂജ മുഴിപ്പിച്ച ശേഷം വളരെ കൊപിതനായി കോപം കൊണ്ട് വിറയ്ക്കുകയാണ് കാമ്പിത്താൻ എന്നത്. അത്രയേറെ വിശേഷണങ്ങൾ നിറഞ്ഞ ഭദ്രകാളി ഉപാസകൻ, അത്രയും കൊപിതനുമാണ് അദ്ദേഹം. അപ്പൊ അങ്ങനെയുള്ളതായ ആ കാമ്പിത്താൻ കോപം കൊണ്ട് വിറകൊണ്ടു പൂജ മുഴിപ്പിച്ച ശേഷം മണ്ഡപത്തിങ്കിലേക്ക് ഇറങ്ങി വന്ന് ഉറക്കെ വിളിച്ചു പറയുകയാണ്, തന്നോട് ഈ അഹങ്കാര പ്രവൃത്തി ചെയ്തത് ആരാണെങ്കിലും അവരുടെ ഇല്ലവും കിണറും നികന്ന് ആ കുടുംബത്തിൽ അംഗവൈകല്യമുള്ളവർ ജനിക്കട്ടെ എന്ന്. സത്യമായ പൊരുളിനെ സാക്ഷി നിർത്തി പുത്തേഴത്തില്ലത്തെ മൂത്തതും തിരിച്ചു പറയുകയാണ്, സാക്ഷാൽ തിരുവാറന്മുളയപ്പന്റെ മുൻപിൽ ഈ അഹങ്കാര പ്രവൃത്തി ചെയ്ത നിന്റെ വംശം തന്നെ അറ്റുപോകട്ടെ എന്ന്. ആറന്മുളയിൽ നടന്ന ഈ സംഭവത്തോടുകൂടി വിശേഷണങ്ങൾ നിറഞ്ഞ കാമ്പിത്താൻ എന്ന സ്ഥാനം വംശമറ്റ് പോവുകയാണ്. ഈ സംഭവത്തോടുകൂടി ചരിത്രത്തിൽ കാമ്പിത്താൻ എന്ന വംശപരമ്പര അറ്റുപോയിരിക്കുന്നു. ഇതിന് തെളിവായി ഇന്നും ആറന്മുളയിലെ വിശേഷണങ്ങൾ നിറഞ്ഞ പുത്തേഴത്തില്ലത്ത് ജനിക്കുന്ന എല്ലാ തലമുറകളിലും ഒരു അംഗവൈകല്യമുള്ളവർ ഉണ്ടാകുമെന്നാണ്. കാലാന്തരത്തിൽ ഭഗവാൻ ഇതിന് മുക്തി നൽകുമെന്നും വിശ്വസിച്ചു പോരുന്നു. അങ്ങനെ വിശേഷണങ്ങൾ കൊണ്ടു നിറഞ്ഞ ആറന്മുള മണ്ണിന് അനുഗ്രഹവും അലങ്കാരവുമായി വന്നിട്ടുള്ള സാക്ഷാൽ തിരുവാറന്മുളയപ്പന്റെ എത്രയെത്ര സംഭവങ്ങളാണ് ഇനിയും ലോകം അറിയാനുള്ളത്.